ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം അടിപൊളിയാണ്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് ഈ ഒരു ചീര ഉപയോഗിച്ചിട്ടാണ്. അത് ഉലുവ ചീര എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ അതിന് എന്താ പേര് പറയാന്നുള്ളത് കമന്റ് ചെയ്യണേ. ഈ ഒരു ചീര വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ല ഗുണങ്ങൾ അടങ്ങിയ ഈ ഒരു ചീര നമുക്ക് കുട്ടികളെ കൊണ്ട് എങ്ങനെ കഴിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ നല്ല വൃത്തിയാക്കിയിട്ട് നമുക്കിതിന്റെ ഇലയൊക്കെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. വളരെ നൈസാക്കിയിട്ട് വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊന്നും ചീരയൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു സ്നാക്സ് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അവരെന്തായാലും കഴിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ ഒരു ചീരയ്ക്ക് കുറച്ചൊരു ചവർപ്പ് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്നാക്സ് എന്തായാലും പരീക്ഷിച്ച് നോക്കുക. അവർ കഴിക്കാണ്ടിരിക്കില്ല. അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ഇതുപോലെ നമ്മളെല്ലാതും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്ര നമ്മുടെ ഈ ഒരു സ്നാക്സിന് ആവശ്യമില്ല. അപ്പൊ ഞാനൊരു ബൗളിലേക്ക് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കി നമുക്ക് കറി വെക്കാനൊക്കെ ഉപയോഗിക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി മുറിച്ച് വെച്ചാൽ നമ്മുടെ ചീര കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ ആ ഒരു ചവർപ്പ് ടേസ്റ്റ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ നെയ്യിലും കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു 1.25 കപ്പ് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം 1 കപ്പും പിന്നെ ഒരു 1/4 കപ്പും പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കടലമാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണ് റവയും കൂടി ഇട്ട് കൊടുക്കാം. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ ആണ്. 1.25 കപ്പ് ഗോതമ്പ് മാവിലേക്ക് 2 ടേബിൾ സ്പൂണ് കടലമാവും 2 ടേബിൾ സ്പൂണ് റവയും 1 ടീസ്പൂണ് ജീരകവും അതിന്റെ കൂടെ തന്നെ വെളുത്ത എള്ള് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഇടുന്നുണ്ട്. അപ്പൊ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കണം നമ്മുടെ ചീര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചീരയിൽ തന്നെ കുറച്ചൊരു വെള്ളത്തിന്റെ അംശം ഉണ്ടാവും. അപ്പൊ ആദ്യം ഒന്ന് ഇതുപോലെ നന്നായിട്ട് തന്നെ എല്ലാതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വെള്ളം തെളിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു പോകരുത്. കുറച്ച് തെളിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല, കുറച്ച് മാത്രം വെള്ളം മതി. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ഇതുപോലെ ഇങ്ങനെ തെളിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്ക് ഈ ചപ്പാത്തിന്റെ ആ ഒരു ബാറ്റർ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ ഒരുപാട് റെസ്റ്റ് ചെയ്യാൻ കുറെ നേരം വെക്കണം എന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇപ്പൊ 3 ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഇപ്പൊ നെയ്യിന്റെ ആവശ്യം ഇനി ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ നമ്മുടെ കോൺഫ്ലവർ മാവ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് വട്ടം വരുന്ന രീതിയിൽ ഇതൊന്ന് വേഗത്തിൽ പരത്തിയെടുക്കാം. ഇനി കുറച്ച് കോൺഫ്ലവർ ഇതിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് വേണമെങ്കിൽ കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വലിപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് കുറച്ച് വട്ടത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ കോൺഫ്ലവർ നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതും കൂടി ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കണം. ഈ ഒരു രീതിക്ക് എല്ലാ ഭാഗത്തും വരുന്ന പോലെ നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. ഈ ഒരു കോൺഫ്ലവറിന്റെ മിക്സും നെയ്യും കൂടി ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ലെയർ ആയിട്ട് കിട്ടുക. ഇനി നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് മടക്കിയും കൂടി വെക്കും. അപ്പൊ എല്ലാ ഭാഗത്തും വരുന്ന പോലെ നമുക്കിതൊന്ന് തേച്ച് കൊടുക്കണം. അതുപോലെ തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു രീതിക്ക് വേണം മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ, പിന്നെ മറുഭാഗത്ത് ഈ ഒരു ഭാഗത്തും ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗത്തൊക്കെ നമുക്ക് നെയ്യ് വെച്ചിട്ട് നെയ്യും കോൺഫ്ലവറിന്റെ മിക്സും വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് നമുക്ക് ഈ ഒരു രീതിക്ക് രണ്ട് സൈഡും മടക്കിയെടുക്കണം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കോൺഫ്ലവർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിക്ക് വേണം നമുക്ക് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് പരത്തിയെടുക്കണം. അപ്പൊ ഓരോ ഭാഗത്തും നമ്മൾ ഇങ്ങനെ മടക്കുന്ന സമയത്ത് നമ്മുടെ കോൺഫ്ലവറിന്റെ നെയ്യിന്റെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറിന്റെ മാവും കൂടി ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മൾ ഇനി ഇങ്ങനെ പരത്തുമ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലാണ് കിട്ടുക. ഇനി പരത്തിയെടുക്കുമ്പോഴും ഒരുപാട് നമ്മൾ നൈസാക്കി പരത്തണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു രീതിക്ക് എല്ലാ ഭാഗത്തും ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിക്ക് പരത്തിയെടുത്ത ശേഷം നമ്മൾ ആദ്യം ചെയ്ത പ്രോസസ്സ് തന്നെ കോൺഫ്ലവറിന്റെ നെയ്യിന്റെ മിക്സ് ഇതിന്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കുക. നമ്മൾ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോഴും അവിടെ നമ്മുടെ ഈ കോൺഫ്ലവറിന്റെ നെയ്യിന്റെ മിക്സ് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ മുകളിലായിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ സ്ക്വയർ ഷേപ്പിൽ മടക്കിയെടുത്ത ശേഷം ഈ ഒരു രീതിക്കും കൂടി മടക്കിയെടുക്കുക.
അപ്പൊ നമ്മൾ ഓരോ ലെയർ മടക്കുമ്പോഴും നമ്മുടെ കോൺഫ്ലവറിന്റെയും നെയ്യിന്റെയും മിക്സ് തേക്കുക, അതിന്റെ മുകളിൽ കുറച്ച് കോൺഫ്ലവർ സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു രീതിക്കാണ് ലാസ്റ്റ് മടക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ലാസ്റ്റത്തെ ലെയർ മടക്കിയെടുക്കുമ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ലെയർ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരില്ല, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതിക്ക് കിട്ടും. നമ്മുടെ ആ ഒരു മുറുക്കിന്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതുപോലെ കുറച്ചൊന്ന് പരത്തി കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ ലെയർ കണ്ടില്ല, ലെയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ നമ്മുടെ ഈ ഒരു മുറുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാവരും കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെയാവുമ്പോൾ രണ്ട് സൈഡും ഒരു മടക്ക് പോലെ കിട്ടുകയും ചെയ്യും. ആ ലെയേഴ്സ് ഒന്നും സെപ്പറേറ്റ് ആയിട്ട് വരില്ല. നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ലെയറൊക്കെ കറക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. കാണാനും ഒരു ഭംഗിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എല്ലാ മുറുക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് നമ്മുടെ ഈ ഒരു മുറുക്ക് അതും കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ ചീര കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഈ ഒരു മുറുക്കിന്റെ ടേസ്റ്റ് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതുപോലെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്, ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു മുറുക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരണമെന്നുണ്ടെങ്കിൽ, ക്രിസ്പി ആയി വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് നന്നായി എണ്ണ ചൂടായ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഒരു ഭാഗം ഒന്ന് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് അടുത്ത ഭാഗം കൂടി ഒന്ന് മുരിയിപ്പിച്ചെടുക്കാം. അപ്പൊ ഇങ്ങനെ ഓരോ സൈഡും നമ്മളൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം. നമ്മൾ ഇതില് ചീര ഇട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോ അറിയേയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുത്താലും അവരത് കണ്ടുപിടിക്കാനും പോകുന്നില്ല. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ. ഈ ഉലുവച്ചീര നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ആണുള്ളത്. കൂടുതൽ അയൺ കണ്ടന്റ് ഉള്ള ചീര നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അത് തീരെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോ ഏകദേശം ഇങ്ങനെ ക്രിസ്പി ആയി വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ഗോൾഡൻ കളറൊക്കെ ആവുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ മാറ്റി വെക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ട് ഓരോ സൈഡും നമ്മളിതൊന്ന് വിരിയിപ്പിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 6 to 7 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഉലുവച്ചീര മുറുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ ലെയറൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ. അപ്പൊ നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ചു നോക്കുമ്പോൾ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ടാവും. നമുക്ക് കഴിക്കാനും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ചീര ഇട്ടത് തന്നെ നമുക്കിതില് അറിയേയില്ല. അതുപോലെ തന്നെ ആ ലെയറൊക്കെ കറക്റ്റ് ആയിട്ട് വന്നത് കണ്ടില്ലേ? അതേപോലെ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഉറപ്പാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ബട്ടണിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം.
താങ്ക് യു.